ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാട്ടോ. ഞാൻ ഖത്തറിലെത്തി. മെയ് 7 രാവിലെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരുന്നതിൻ്റെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഖത്തറിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വെളുപ്പിന് 5 മണിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 9 മണിയായപ്പോൾ എഴുന്നേറ്റതാണ്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പരിപാടി ലിപ് ബാം ഇടാം. കാരണം ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇന്ന് ചെയ്യണം. കാരണം ഓഫിനാണ് ഞങ്ങൾ ഇത്ര നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ബ്രെഡ്, ഓംലേറ്റ്, പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് പുട്ട്, കടലക്കറി, പപ്പടം, ചായ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴൊന്നും വെക്കാറില്ല കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് വയ്ക്കും. അതല്ലാതെ കുറേ ദിവസം ഇങ്ങനെ അല്ലെങ്കിൽ ബൾക്കായിട്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞൊന്നും ഞാൻ വെക്കാറില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് രാവിലെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ കടല ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കണം. ഈ ഒരു കുഞ്ഞ് ബേസൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് എൻ്റെ അമ്മ തന്നു വിട്ടതാണ്. വീട്ടിലൊക്കെ നമ്മൾ ഇതിൻ്റെ വലിയ ബേസനുണ്ട്, അതിലാണ് കേട്ടോ പുട്ടിൻ്റെ പൊടിയൊക്കെ നനയ്ക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ഇതിൽ പുട്ടിൻ്റെ പൊടിയൊക്കെ നനയ്ക്കാമല്ലോ. ഞങ്ങളിപ്പോൾ 2 പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് ഇത് മതിയാകും എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടതാണ്. അപ്പോൾ എനിക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നിനും ഓരോ പാത്രം, നമ്മൾ ഓരോന്നിന് വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് പാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നു വിട്ടതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നനച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചൊന്ന് തട്ടി വെച്ച് കൊടുക്കും. വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇതടച്ച് വയ്ക്കാം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കടലക്കറി സെറ്റാക്കാം. അപ്പോൾ കുറച്ച് സമയം പൊടി അങ്ങനെ ഇരുന്നോളും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടലയുടെ പരിപാടികൾ നോക്കുകയാണ്. കടലക്കറി അത്ര വലിയ റെസിപ്പിയൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന നോർമൽ കടലക്കറിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് അവിടെ വെച്ചിട്ട് നമുക്ക് കടലക്കറിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പോവാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ശരിക്കും ഒരു 1 വീക്കിനുള്ളിൽ സംഭവിച്ചതാണ് കേട്ടോ. കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 1-2 വീഡിയോസൊക്കെ ഇട്ടൊന്ന് സ്റ്റാർട്ടായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു ബ്രേക്ക് വന്നത്. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങൾ എല്ലാം ഒരു 1 വീക്കിൽ സംഭവിച്ചതാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ പുറകെയുള്ള ഓട്ടങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഒത്തിരി സമയം വേണം, ഒരുപാട് ഷോപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോൾ നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലത്തെ സാധനങ്ങളോ ഒന്നും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ ഐറ്റംസൊക്കെ കാണുമ്പോൾ കാർട്ടിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ള മൈൻഡിൽ. പക്ഷെ എനിക്കതൊന്നും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വാങ്ങിയൊരു സംഭവം ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഒരു മസാല അല്ലെങ്കിൽ ഒരു സ്പൈസസിൻ്റെ ബോക്സാണ് ഇത്. അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം എല്ലാ പൊടികളും കൊള്ളുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മളിവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇത് മതി. സത്യം പറഞ്ഞാൽ ഇത്രയും അധികം അങ്ങോട്ട് സ്പേസ് ഇല്ല, എന്നാലും അത്യാവശ്യം പൊടികളൊക്കെ അതിൽ കൊള്ളുന്നുണ്ട്. സാധാരണ ഒരു കറി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബോക്സിങ് ഇങ്ങനെ പറക്കി കൂട്ടി അരികത്ത് വെക്കണം ഓരോന്നിനായിട്ട്. ഇതാകുമ്പോൾ ഈ ഒരൊറ്റ ബോക്സ് എടുത്താൽ മതി. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കിയപ്പോൾ ചില ഐറ്റംസ് മാത്രം ഡെലിവറി ഇൻ 2 days 3 days എന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അല്ലാതെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന ഐറ്റംസ് മാത്രം നോക്കിയിട്ട് അതിൽ വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഐറ്റമാണ് കേട്ടോ.
പിന്നെ ഞാൻ വാങ്ങിയത് ഒരു കിച്ചൺ ടവലാണ് കേട്ടോ. അതും ഒരു 20 പീസിൻ്റെ ഒരു റോള്, അതും എനിക്ക് 3 ഡേയ്സിനുള്ളിൽ കിട്ടി. അപ്പോൾ അത് രണ്ടും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. ബാക്കിയുള്ള ഐറ്റംസ് ഫുള്ള് നമ്മൾ കടയിൽ പോയിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഷോപ്പിൽ പോയിട്ട് വാങ്ങാറില്ല, മിക്കതും ഓൺലൈനാണ് വാങ്ങുന്നത്. പക്ഷേ ഇത്തവണ എനിക്ക് അത്രയൊന്നും പറ്റിയില്ല, കാരണം പെട്ടെന്നുള്ളൊരു തീരുമാനവും വരലും ഒക്കെ ആയിരുന്നു. സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റാഫ് ടിക്കറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നു അപ്പോൾ കയറി പോരണം. അപ്പോൾ അങ്ങനെയും കൂടി പോകുന്നത് കൊണ്ട് പെട്ടെന്നായിരുന്നു എല്ലാം. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൻ്റെ പരിപാടികൾ നോക്കണം. അത് അധികം സമയമൊന്നും വേണ്ട കേട്ടോ, 2 പേർക്കുള്ളത് മതി. അപ്പോൾ 2 പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു 10-15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് അല്ല, പപ്പടം വറുത്തിട്ടില്ല, അത് ലാസ്റ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ, കാരണം അല്ലെങ്കിൽ തണുത്ത് പോകും. അത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ പുട്ട് ഞാൻ വേഗം 2 പേർക്കും ഉള്ളത് ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇതായതുകൊണ്ട് അത്യാവശ്യം എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ, പുട്ടായതുകൊണ്ട്. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇന്ന് നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമുക്കൊരു മടിയുണ്ടാവുമല്ലോ. അപ്പോൾ പുട്ടായതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ സംഭവവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് നല്ല രീതിയിൽ സെർവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ 2 പേർക്കും പുട്ടെടുത്തിട്ടുണ്ട്. ഇനി കടലക്കറി ഇടണം. നികിക്ക് അത്യാവശ്യം എല്ലാത്തിനും ഗ്രേവി വേണം കേട്ടോ. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഗ്രേവി ഒരു 75% വേണ്ട കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. പിന്നെ പപ്പടം വയ്ക്കുന്നുണ്ട്. പിന്നെ ചായ, ഇന്ന് ചായ ഉണ്ടാക്കിയില്ല കേട്ടോ, ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതാണ് ആ ഒരു കളറ്. എനിക്ക് ചായ അത്ര ഇഷ്ടമല്ല. നികിക്ക് പിന്നെ ചായ ആണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല, എന്താണെങ്കിലും കുടിച്ചോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പേർക്കും ബൂസ്റ്റ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് പാല് മാറ്റി പിന്നെ ചായ ഉണ്ടാക്കി, അതും ഇരട്ടിപ്പണിയാണ്. അപ്പോൾ ഞാൻ 2 പേർക്കും ബൂസ്റ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഇത് ഹോളിലേക്ക് കൊണ്ടുപോയി വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ നിഗിനെ പോയി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, നിഗി നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ നിഗിനെ പോയി വിളിച്ചിട്ട് നിഗി ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് പകർത്തിക്കൊണ്ട് വയ്ക്കണം. ഞങ്ങളുടെ 2 പേരുടെയും കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ പാലെടുത്തിട്ട് കൊണ്ട് വയ്ക്കുന്നുണ്ട്. നിഗി അവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണമാണ് കേട്ടോ, നല്ല ഉറക്ക ക്ഷീണമാണ്. ചില സമയത്ത് ഉദ്ദേശിക്കുന്ന പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 മണി കഴിഞ്ഞിട്ടോ, 10:05 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പാത്രമൊക്കെ കഴുകിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി ചെയ്തു. ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. ചിക്കൻ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഇന്ന് വേറൊരു രീതിയിലാണ് കേട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. ചിക്കൻ ഞാൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രേവി പോലെ കിട്ടും. ഞാൻ ഭയങ്കര ചാറ് പോലെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പോയിട്ടൊരു ചെറിയൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യൂക്കുംബറും ഓണിയനും വെച്ചിട്ട് ഒരു കുഞ്ഞു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡ് എടുത്തു. ഇതാണ് ഞങ്ങളുടെ പ്ലേറ്റ്. എനിക്ക് കണ്ടോ സെർവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. ഇത് ചോറ്, ചിക്കൻ കറി, സാലഡ്, പിന്നെ കുറച്ച് ചെമ്മീൻ അച്ചാർ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, നികിയുടെ അമ്മ ഇട്ട് തന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കിടക്കുന്നു. കാരണം ഉറക്കം എന്നെ നല്ലോണം ബാധിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ നിഗി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എനിക്കും ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് ഒരു 4 മണിയൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ റെഡിയായി. കാരണം നമ്മളൊന്ന് പുറത്ത് പോവാണ്. ഒരാഴ്ചയിൽ വന്നിട്ട് പക്ഷേ എവിടെയും പോയിട്ടില്ല, കാരണം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഓഫല്ലേ, അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടാവുന്നുണ്ടല്ലോ,
അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്നൊന്നുമില്ല, നല്ല വെട്ടമുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാകുമ്പോൾ തന്നെ നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത് ഒരാവശ്യത്തിനാണ്. ഇപ്പോൾ ഇതാ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ട്രാഫിക്കിലായതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ പോകുന്നത് നികിക്കൊരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാർഡ് പ്രിൻ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു സിറ്റി സെൻറ്റർ മാളിലേക്ക് ഒന്ന് കയറാമെന്ന്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഒരു ടൈമിലൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ. എപ്പോഴും വരുമ്പോൾ രാത്രി ആവാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ സ്പ്ലാഷിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിക്കിക്ക് കുറച്ച് ജീൻസൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറി നിക്കി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി, പക്ഷേ ഞാനൊന്നും എടുത്തില്ല. കാരണം എനിക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. കാരണം എനിക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഡ്രസ്സ് എടുക്കുന്നതൊന്നും. എനിക്കെപ്പോഴും നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ മീഷോ, ഫ്ലിപ്കാർട്ടൊക്കെയാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് എടുക്കണം. എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. വല്ലപ്പോഴും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഖത്തറിൽ നിന്ന് ഡ്രസ്സ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി മക്ഡൊണാൾഡ്സിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കഴിച്ചു. നിക്കിക്കാണെങ്കിൽ ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല, വല്ലപ്പോഴും ഒരെണ്ണം കഴിച്ചാലായി. അപ്പോൾ ഇന്ന് നിക്കിക്ക് വേണ്ട, തൊണ്ടവേദനയാണ്. അപ്പോൾ എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ KFCയിലേക്ക് പോയിട്ട് ഫുഡ് വാങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇന്ന് ഫുഡ് കോർട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടാവില്ല. കുറേ സമയം നിന്നാലാണ് നമുക്കൊരു സീറ്റ് കിട്ടുക. ഇന്ന് പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എൻ്റെ വീഡിയോസിൽ സിറ്റി സെൻറ്ററും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണാത്തത് ചുരുക്കമായിരിക്കുമല്ലോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് നേരെ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നിക്കിയാണെങ്കിൽ IPL ഉണ്ടല്ലോ, RCBയും കൊൽക്കത്തയും കൂട്ടുള്ള മാച്ച് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെയും വിളിച്ച് കാണാൻ പറഞ്ഞു. കോഹ്ലി 99 ആയി, ഇപ്പോൾ സെഞ്ചുറി അടിക്കും, വായോ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയിരുന്ന് കാണുമായിരുന്നു. അങ്ങനെ ഇതാ 99 നിന്നും 100ലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി. എൻ്റെ അല്ല, നികിയുടെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി ഗ്രൂപ്പിലൊക്കെ നല്ല വർത്താനം പറയണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നികിയുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് നികി പോവാണ്. ഇന്ന് ഓഫല്ലേ, അപ്പോൾ കുറച്ച് സമയം അവരുടെ ഒപ്പം പോയിട്ട് PS5 ഒക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ പോവല്ലേ, വേസ്റ്റ് എടുത്ത് തന്നേക്ക്, ഞാൻ താഴെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തു. നികി പോയി. ഇനി എന്തായാലും ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേ വരുള്ളൂ. ഞാനപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഉണ്ട് ഇവിടെ. ഐസ്ക്രീം അല്ല, ചോക്കോബാറാണ്, 50-50. അപ്പോൾ ഞാൻ അതൊരെണ്ണം കഴിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവിയോ എന്തെങ്കിലും കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ മാക്സിമം ഇവിടെ നിന്നുള്ള വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.